ഫിഫ്ത്ത് മൊഡ്യൂളിലെ ലാസ്റ്റത്തെ ഒരു വീഡിയോ ആണിതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത് എന്താണ്? യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ കണ്ട പോലെ ഷിഫ്റ്റ് രജിസ്റ്റർ തന്നെയാണ് വരുന്നത്. ഇതിൽ പാരലായിട്ട് ഔട്ട്പുട്ട് തന്നെ വരുന്നത്, പാരലായിട്ട് തന്നെ ഇൻപുട്ട് തന്നെ വരുന്നത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ഇൻപുട്ടാണ് ഇപ്പോൾ ഈ ഫിഗറിലുള്ളത്. എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 പാരലൽ ഇൻപുട്ട്സാണ് നമുക്ക് ഇതിലൊരു ഫിഗറിലുള്ളത്. പിന്നെ ഇത് മറ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മറ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് നമ്മൾ ഒരു ക്ലോക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ 2 ക്ലോക്ക് യൂസ് ചെയ്തിട്ട് അത് ആൻഗേറ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലായിടത്തേക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്, ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു കാര്യമാണ്. 2 ക്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്നത് ഒരു മോഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. പിന്നെ സീരിയൽ ഇൻപുട്ട്, നമ്മൾ എ എം ബി സി ഡി ആണ് ശരിക്കും ഇൻപുട്ട് എന്ന് പറയുന്നത്. സീരിയൽ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ നമ്മൾ പാരലൽ ഔട്ട് രജിസ്റ്റേഴ്സ് പഠിച്ച പോലെ തന്നെ ഇവിടെ 2 ആൻഡ് ഗേറ്റ് വരുന്നുണ്ട്. ആ 2 ആൻഡ് ഗേറ്റ് അതിൻ്റെ ഔട്ട്പുട്ട് ഇതിലേക്ക് പോകുന്നുണ്ട്, ഒരു എക്സോർ ഗേറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സോർ ഗേറ്റിലേക്കാണ് അതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത്, അതിൻ്റെ ഇൻപുട്ട് പോകുന്നത്. എന്നിട്ടാണ് അത് ഏതിലേക്ക് പോകുന്നത്, RS. ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് RS ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇവിടെ അറിയാം, പാരലായിട്ട് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. QA, QB, QC, QD അങ്ങനെ പറഞ്ഞിട്ട് 4 ഔട്ട്പുട്ട് പാരലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ എന്തായാലും ജസ്റ്റ് നോക്കി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ ഔട്ടിൻ്റെ ഷിഫ്റ്റ് രജിസ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ അതിന് സിമ്പിളായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് D ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, പാരലായിട്ട് ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. D1, D2, D3, D4 എന്ന് പറയുന്നത് പാരലായിട്ട് ഇതിന് ഇൻപുട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ക്ലോക്കിൻ്റെ കണക്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ Q1, Q2, Q3, Q4 എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാരലായിട്ട് തന്നെ ഓരോന്നും ഔട്ട്പുട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ CLR എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം ഈ ഫിഗർ വരയ്ക്കുക, പിന്നെ എന്താണ് ഇൻപുട്ട്സ്, എന്താണ് ഔട്ട്പുട്ട്സ്, പിന്നെ അത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇൻപുട്ട്സ് കണക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് ആ ഫിഗറിൻ്റെ കൂടെ ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ ഒരു ടോപ്പിക്ക് വരുന്നത് ഡിസൈൻ കോമ്പിനേഷൻ സർക്യൂട്ട് യൂസിങ് റോം. നമുക്ക് എങ്ങനെ നമുക്ക് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് റോം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് ഡിസൈൻ ചെയ്യാമെന്നാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് യൂസിങ് റോം. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു 2 ആൻഡ് ഗേറ്റിൻ്റെ നമ്മൾ മുന്നേ സെക്കൻഡ് മൊഡ്യൂളിൽ എങ്ങാണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ ഇതിൻ്റെ പറയുമ്പോൾ അതായത് ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്, 2 ഇൻപുട്ട് ആയിട്ടുള്ള ഇൻപുട്ട്സ് ഉണ്ട്, A ഉം B എന്നുള്ള 2 ഇൻപുട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുന്നത് എന്താണ്, Y ആണ്. ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടായി ലഭിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് Y ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എയുടെയും ബിയുടെയും കാര്യം നോക്കുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. അതായത് 0, 0, 0, 1, 1, 0, 1, 1 അതിൻ്റെ കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ വരുന്നത്, ഈ ഒരു വൈയുടെ കേസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റോം എന്ന് പറയാൻ ഒരു സ്റ്റോർ ചെയ്യണ ഒരു ഡിവൈസാണ്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് എന്ന് പറയുന്നത് റോം. റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റോം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ വാല്യൂസ്, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എങ്ങനെയാണ് റോമിൽ സ്റ്റോർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ അഡ്രസ്സാണ് ഇവിടെ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അഡ്രസ്സ് 0, 0 അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, Y. അങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ അഡ്രസ്സ് 0, 0 ഔട്ട്പുട്ട് 0. അതെങ്ങനെയാണ്, A = 0, B = 0. അതായത് A = 0, B = 0. അതുപോലെ അഡ്രസ്സ് 01 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് 0 കിട്ടും. ഓക്കെ, പിന്നെ അപ്പോൾ ഔട്ട്പുട്ട് 0 കിട്ടണമെങ്കിൽ എന്ത് ഇൻപുട്ട് കൊടുക്കണം, Aയുടെ വാല്യൂ 0 കൊടുക്കണം, Bയുടെ വാല്യൂ 1 കൊടുക്കണം. അത് ഒന്നുകൂടി എഴുതണമെന്നുള്ളൂ. പിന്നെ അഡ്രസ്സ് 10 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അഡ്രസ്സ് 11 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റോമിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ റോം സൈസ് എന്ന് പറയുന്നത് അഡ്രസ് ബിറ്റിന് ശരിക്കും 2 ആയിരിക്കും. കാരണം വെച്ചാൽ 2 ഇൻപുട്ട്സ് നമുക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അഡ്രസ് ബിറ്റിൽ 2 ആയിരിക്കും. അതുപോലെ ഡാറ്റ ബിറ്റിൽ നമുക്ക് എന്താ വരുന്നുള്ളൂ, ഒറ്റ ബിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ 3 ബിറ്റാണ് റോമിൽ നമ്മൾ എടുക്കുന്നത്. 2 ബിറ്റ് ഇൻപുട്ടായിട്ടും 1 ബിറ്റ് ഔട്ട്പുട്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ AN/R കണക്റ്റഡ് ടു ദ അഡ്രസ് ഓഫ് റോം. അപ്പോൾ നമ്മൾ പറഞ്ഞു റോമിൽ നമുക്ക് പറയാം കുറേ അഡ്രസ് ലൈൻസ് ഉണ്ടായിരിക്കും, അതുപോലെ ഡാറ്റ ബേസ് ഉണ്ടായിരിക്കും, അങ്ങനെ കുറേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ അതിൽ A ഉം B എന്ന് പറയുന്നത് എന്തായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, റോമിൻ്റെ അഡ്രസ് ലൈനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡ്രസ് ലൈനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും,
അതിൻ്റെ ഔട്ട്പുട്ട്, അത് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് റോമിൻ്റെ ഔട്ട്പുട്ടായി വരുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ്. അതായത് 2 ഇൻപുട്ട് എ ആൻഡ് ബി, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വൈ, അത് പറയുന്നത് രണ്ടും കൂടി ആൻഡ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇവിടെ റോമിൻ്റെ അല്ലെങ്കിൽ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ റോമിൻ്റെ തന്നെ ഔട്ട്പുട്ടായിരിക്കും. അതാണ് ഈ ഒരു ഡിസൈൻ കോമ്പിനേഷൻ സർക്യൂട്ട് യൂസിങ് റോമിലൂടെ നമുക്ക് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, ഇപ്പോൾ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ 2 ഇൻപുട്ട് വരും. അപ്പോൾ അതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്? അഡ്രസ് 00 ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇൻപുട്ട് എപ്പോഴും അഡ്രസ്സായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഔട്ട്പുട്ട് എപ്പോഴും എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്? അഡ്രസ്സായിട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ എവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്? ഇപ്പോൾ ഇവിടെ ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഈ റോമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇനിയിപ്പോൾ വേറെ ഉള്ള ഗേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും റോമിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതാണ് ഈ 5th മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞു. നമ്മളൊക്കെ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യം ജസ്റ്റ് അഡീഷൻ്റെയും അതായത് ഫ്ലോ ചാർട്ട് കുറച്ച് 2-3 നോക്കി. അതായത് അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ്, അതുപോലെ സബ്ട്രാക്ഷൻ ഓഫ് 2 നമ്പേഴ്സിൻ്റെ എന്താ നോക്കിയത്? നമ്മൾ ഫ്ലോ ചാർട്ടും കൂടെ നോക്കിയായിരുന്നു. പിന്നെ റിംഗ് കൗണ്ടും ജോൺസൺ കൗണ്ടും നമ്മൾ നോക്കിയായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു കൗണ്ട് എന്തായാലും ഉറപ്പാണ്. അത് നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക, ഫിഗർ വരയ്ക്കുക, അങ്ങനെ അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക. അതൊക്കെയാണ് അതിൽ നോട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളത് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. നമ്മൾ 4 തരത്തിലുള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് പഠിച്ചു. സിസോ, അതുപോലെ സിപ്പോ, പിസോ, പിപ്പോ, അങ്ങനെ 4 തരത്തിലുള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ നമ്മൾ പഠിച്ചു. യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് എടുത്ത ഫിഗർ, ഇതാണ് യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എടുത്ത ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഡിസൈൻ കോമ്പിനേഷൻ സർക്യൂട്ട് യൂസിങ് റോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുള്ള ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ക്ലിയർ ആക്കുക.